അവിടുത്തെ ഭക്ഷണ രീതി? അതിൻ്റെ ഡിഫറെന്റ് ആണ്. ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. റൈസ് സൂപ്പ്. ഓ, അതിന്റെ ഒരു സ്മരണയ്ക്കാണ് ഈ റൈസ് സൂപ്പ്. ഹെൽത്തി ഡ്രിങ്ക് അല്ലേ, ആരോഗ്യത്തിന് ബെസ്റ്റാ. എത്ര ദിവസം പഴക്കമുണ്ടെന്നോ? 4 ദിവസം. പശുവിന് കൊടുത്ത അതുപോലും ഇത്ര ആസ്വദിച്ച് കുടിക്കില്ല. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഒന്ന് ആകർഷിച്ച് നിർത്താൻ നോക്കാം. എന്നെ ഇഷ്ടപ്പെടുവോ? ഉറപ്പായിട്ട് നിന്നെ ഇഷ്ടമാകൂടി. പഴങ്ങഞ്ഞി വല്ല ഇഷ്ടപ്പെടുന്ന ആളല്ലേ? അമ്മേ, കൈ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് അതവിടെ. അല്ല മോന്, സോറി സാറിന് ഇനി എന്താ പരിപാടി? എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. അതിനെന്താ, മോളില് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ. ഇവിടെയാ നിസാർലയുടെ മോളാണെന്ന് തെളിയിക്കണ്ടേ, മിന്നിച്ചേക്കണം. അത് പിന്നെ ഞാൻ മിന്നിക്കില്ലേ അമ്മേ. ഒന്ന് ചെന്ന് കാണിച്ചു കൊടുക്കും മോളെ. വരണം സാർ. രക്ഷപ്പെട്ടു. വരൂ സാർ. എങ്ങനെയുണ്ട്? ഇവിടെ ഈ വീട്ടില് മാസ്റ്റർ എന്ന പേരുള്ള ആരെങ്കിലും താമസമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് മാസ്റ്റർ ബെഡ്റൂം ആവുന്ന? എന്റെ വീട്ടിലെ വാഷ്റൂമിനുണ്ട് ഇതിനേക്കാളും വലിപ്പം. അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ മേടിക്കെടുക്കാൻ എന്താ ഒരു വഴി? അത് തന്നെ വഴി. എന്തുപറ്റി? ഒരു ഇടിമിന്നല്. മിന്നൽ എനിക്ക് ഭയങ്കര പേടിയാ. മിന്നൽ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അത് ഞാനേ കണ്ടുള്ളൂ. വീണോന്ന് തോന്നുന്നു. അയ്യോ, എന്താ പറ്റിയേ? ഒരു കൊതുക് വന്നിരുന്നു. എന്നിട്ട് കൊതുകിനെ ഞാൻ കണ്ടില്ലല്ലോ. മിന്നൽ സുസ്മിത മാത്രമല്ലേ കണ്ടോളൂ, അതുപോലെ കൊതുകിനെ ഞാൻ മാത്രമേ കണ്ടോളൂ. വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്? റൂമിൽ വേറെ ആരെങ്കിലും ഉള്ളപ്പോൾ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, അതുകൊണ്ടാണ്. പ്ലീസ്. മുകളിൽ എന്ത് സംഭവിച്ചോ ആവോ? കുഷ്യൻ. കൊള്ളാം, എന്തൊരു സുഖം. ഇച്ചാതി സെറ്റപ്പൊക്കെ ഈ ലോകത്തുണ്ടാ?
എന്താടി ഇത്ര പെട്ടെന്നിങ്ങി പോന്നത്? ആ അത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണോന്ന്. അത് ജഗദീപ് സാറ് വാതിലടച്ച് കളഞ്ഞമ്മേ. ഓ, അല്ല അവിടെ എന്താ ഒരു ശബ്ദം കേട്ടത്? ആ അത് ഒരു ഇടി വെട്ടിയതാ. മുഖത്തുനിന്ന് ആ വിരൽപ്പാടങ്ങ് തുടച്ചു കള. സരളയുടെ മോള്. കൊണ്ടുവാ പ്രീതി. എന്താ ഇത്ര താമസം? കുളിപ്പിച്ചെടുക്കണ്ടേ ശാലിനി? വെള്ളം കണ്ട അവള് പിന്നെ കളിയാ. ആണോ? പ്രീതിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ ശാലിനി? അപ്പൊ പിന്നെ എനിക്കോ? എനിക്കാണെങ്കി ഇവളെ ഒരു നേരം പോലും കാണാതിരുന്ന ശ്വാസം മുട്ടുന്ന പോലെയാ. രാത്രി പ്രീതിയുടെ അടുത്ത് ഉറങ്ങാൻ വിടുന്ന പോലും എങ്ങനെയാന്ന് അറിയോ? ഇവൾക്കും അങ്ങനെ തന്നെയാ ശാലിനി. എന്റെ അടുത്ത് കിടക്കുമ്പോ പിണക്കവും പരിഭവവും. ഉറക്കത്തിൽ ഞെട്ടി എഴുന്നിട്ട് കരയും. ചിലപ്പോ ആ കുഞ്ഞു കൈ കൊണ്ട് എന്നെ ഉന്തി മാറ്റുകയും ചെയ്യും. ശാലിനിയുടെ ചൂട് തട്ടിയാ അവക്കൊന്നും അറിയണ്ട, നല്ല സുഖമായി ഉറങ്ങിക്കോളും. ആനടി മുത്തേ. ഞാൻ തന്നെ അമ്മ എന്നുള്ളത് ഇവള് മറന്നുപോയോന്നാ എന്റെ പേടി. അതിന് നീ എപ്പോഴാണ് ഇവളുടെ അമ്മയായത്? അമ്മയെന്ന് പറഞ്ഞാലേ ദേ ഈ ഇരിക്കുന്ന ശാലിനി, അച്ഛനെന്ന് പറഞ്ഞാൽ ഞാനും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാറു എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ പ്രാണവായു എന്നൊക്കെ പറയില്ലേ, അതില്ലാതെ വരുമ്പോ ഞങ്ങൾ മരിച്ചു. അതുപോലെ എന്താണ് ഇതിങ്ങനെ നോക്കണേ? ഉടുപ്പൊന്ന് ശരിയായിക്കോട്ടെ വിഷ്ണുട്ടാ. ഒന്നും കുഴപ്പമില്ല, ചുന്ദരി കുട്ടിയായിണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ സന്തോഷവും അതുപോലെ തന്നെ പേടിയും തോന്നുക. അതെന്താണ് ഒരു പേടി? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ പാറിനോടുള്ള സ്നേഹം കുറയില്ലെന്ന്. അവൾക്കത് വലിയ വിഷമാവും. അതിന് ആർക്ക് കുഞ്ഞുണ്ടാവണമെന്ന്? ഉടനെ ഒരു കുഞ്ഞിനെ കൊടുക്കാന്ന് ശാലിനി സത്യം ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ അമ്മയ്ക്ക്? എന്റെ പൊന്നു മോളെ, അതിനൊക്കെ അതിന്റേതായിട്ടുള്ള സമയം വേണ്ടേ? ഇത്ര ദിവസത്തിനുള്ളിൽ കുഞ്ഞു പറക്കണമെന്ന് നിബന്ധന വെക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ അമ്മ തന്നെ അടുത്ത ആഴ്ച വന്നിട്ട് കുഞ്ഞിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കോ? അതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? സൂപ്പർവൈസറിന്റെ മേൽനോട്ടത്തിൽ വെക്കാൻ പറ്റുമോ? അല്ലടാ. അല്ല പിന്നെ എടി നിനക്ക് അറിഞ്ഞൂടെ 2 വർഷം മസൂറിയിൽ ട്രെയിനിങ് ആ ശാലിനിക്ക്. ഞാനും ഇയാൾ അവിടെ എവിടെ പോവും, എന്നിട്ട് അതിന്റെ ഇടയിൽ അവിടെ കുഞ്ഞ്. വിഷ്ണുട്ടാ ഒന്ന് പോയേ. സത്യമ്മയെ കളിപ്പിക്കാനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അതെ, അപ്പൊ തന്റെ സ്വപ്നം തകർത്ത് കളയുന്ന കാര്യത്തിൽ ഞാനും കൂട്ടുക്കില്ല. വിഷ്ണുട്ടാ, എടോ നമ്മുടെ പാറുള്ളപ്പോ നമുക്ക് എന്തിനാ വേറൊരു കുഞ്ഞ്? അല്ലോടാ പാറുകുട്ടി, ഇങ്ങോട്ട് തന്നെ. ഇത്രയൊക്കെ ഒരുക്കിയാ മതി. അല്ലോടാ കുട്ടാ, വിഷ്ണുട്ടാ. എന്റെ കുട്ടി സുന്ദരി കുട്ടിയാ, ഇത്രയൊക്കെ ഒരുക്കിയാ മതി. എടി, നീ സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ബ്രൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാൾക്ക് എന്താമ്മ ഇവിടെ ഇപ്പൊ കാര്യം? കാര്യമുണ്ട്. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇംഗ്ലണ്ടിലെ രാജാവിനോട് യുദ്ധം ചെയ്ത് 6 തവണ തോറ്റു അയാള്. 6ാം തവണ യുദ്ധത്തിൽ തോറ്റ്
ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോഴാ ഒരു ചിലന്തി വല നെയ്യുന്നത് കണ്ടത്. അതിനു മുമ്പ് അയാൾ ചിലന്തി വല നെയ്യുന്നത് കണ്ടിട്ടില്ലേ? ശേ, പറയുന്നത് മുഴുവൻ കേൾക്കടി. മുഴുവൻ കേൾക്കാനൊന്നും ഇല്ല. ചിലന്തിയെ കൊണ്ട് 6 തവണയും വല നെയ്യാൻ പറ്റിയില്ല. 7ാം തവണ ചിലന്തി വല വിജയകരമായി പൂർത്തിയാക്കി. അത് കണ്ട് ഉത്തേജിതനായ രാജാവ് 7ാം തവണ യുദ്ധത്തിനിറങ്ങി വിജയിച്ചു. ഇതല്ലേ കഥ? നിന്നെ അപ്പൊ നിനക്ക് അറിയായിരുന്നു ഈ കഥ? കഥയും തേങ്ങാക്കൊലയൊക്കെ അറിയാമേ. പക്ഷേ ചെവിക്കല്ലിന് അടി കിട്ടുന്നവർക്ക് അതിന്റെ വിഷമം അറിയൂ. എടി, ഒരടി കൊണ്ട് നീ പരാജയപ്പെട്ട് പിന്മാറരുതെന്നാ ഞാൻ പറയുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഏതാണെന്നാ നീ കരുതിയിരിക്കുന്നത്? എടി, കാശുകാരനായ ഒരു ഭർത്താവിനെ സ്വന്തമാക്കാനുള്ള യുദ്ധം. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പണക്കാരൻ വേണം നമ്മുടെ ഭർത്താവാൻ. അവൻ മദ്യപാനിയോ വിവരം കെട്ടവനോ പടുകളവനോ ആരും ആയിക്കോട്ടെ, അവൻ ചത്തുകെട്ടുപോയാൽ എവിടെ പോയി? ആഹാ, കുളിക്ക. കമരെ ഹേ ആണ് ഹോയാണ്. ഈ സോപ്പൊക്കെ കണ്ട കാലം മറന്നു. ചിറക്കൽ രാമേന്ദ്രനോ? ആരാ വിളിക്കട്ടെ? എനിക്കെന്ത്? എടാ ജഗദീപേ, നീ എവിടെയാ? ജഗദീപ് അല്ലങ്ങളെ, സുസ്മിതയാ. സുസ്മിതയോ? അതാര്? ഞാനാരാന്ന് ചോദിച്ചാ സരളയുടെ മോള്. സരളയോ? അതാര്? എന്റെ അമ്മ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്. പാർലമെന്റ് ഇലക്ഷന് മുടിനാരിഴയ്ക്കാ ടിക്കറ്റ് കിട്ടാതെ പോയത്. മുടിനാരിഴയുടെ കാര്യം വിട്. എന്റെ മകന് നിങ്ങളുമായിട്ട് എന്താ ബന്ധം? അയ്യോ, ഒരു ബന്ധവുമില്ലങ്ങളെ. പിന്നെന്താ സരളയുടെ മോളുടെ ഉദ്ദേശം? അവനെ ബന്ദിയാക്കി വെച്ച് റാൻസം മണി ഡിമാൻഡ് ചെയ്യാനായിരിക്കും. ഏയ്, അങ്കിൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഫോൺ അവന്റെ കൊടുക്ക്. അത് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാ. കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനോ? നിങ്ങൾ അവനെ മയക്ക് കിടത്തിരിക്കണോ? ഈ അങ്കിളുടെ ഒരു കാര്യം. ശരി, ഞാൻ കൊടുക്കാം. ജഗദീപ് സാർ, ജഗദീപ് സാർ. എന്താ? സാറിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്താ അച്ഛനാ?
അയ്യോ, അപ്പൊ പറഞ്ഞ പോലെ ചെറുക്കൻ രാമേന്ദ്രന്റെ മോനാണല്ലേ? സാർ. അതെ, ഇപ്പൊ വരാൻ പറ്റത്തില്ല. ആ, എന്തു പറ്റി? ഞാനേ ചവലെടുക്കാൻ മറന്നുപോയി. ഹലോ ഹലോ, എന്താ അവിടെ? ഹലോ ഹലോ. ആ, ജഗദീപ് സാറിന് ഇപ്പൊ ഫോൺ കൊടുക്കാൻ പറ്റില്ല അങ്ങളെ. അതെന്താ? ആ, ജഗദീപ് സാറ് ടവൽ എടുത്തിട്ടില്ല. നിങ്ങൾ എന്റെ മകനെ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല അങ്ങളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുവരെ സ്ത്രീകളുടെ സ്പർശമേൽക്കാത്ത ഒരു ഋഷഭമാണവൻ. അവനെ വഴിയെങ്ങാനും തെറ്റിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അയ്യോ, ഞാൻ വഴിയൊന്നും തെറ്റിച്ചിട്ടില്ല അങ്ങളെ. ഞാൻ ഏതോ ഒപ്പിലാടി ഇതിന്റെ അങ്ങളാവുന്നേ. നീ കയറിയങ്ങ് മരുമകളെ ചമയാൻ വന്നാലുണ്ടല്ലോ. ബിസിനസ് മാഗ്നറ്റ് KN പണിക്കരുടെ മകൾ ധനലക്ഷ്മി ആയിട്ട് അവന്റെ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുക. അതിന്റെ ഇടയിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയാലുണ്ടല്ലോ, നീ വിവരം അറിയും. അങ്ങളെ, ഞാൻ ഫോൺ ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ ഹലോ. ശ്ശേ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അച്ഛനാണത്ര, അച്ഛൻ. ഹലോ. ജഗദീപ് സാറേ, എല്ലാം പറഞ്ഞു തന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അവർക്ക് സംശയം തോന്നിയിട്ടില്ലല്ലോ. തോന്നാൻ വഴിയില്ല സാറേ. ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ പക്ക കറക്റ്റ് ആയിരുന്നു. പക്ഷേ സ്ത്രീകളുടെ സ്പർശമേൽക്കാത്ത ഋഷഭം ഇല്ലേ, അത് കയ്യിന്ന് പോയോന്നൊരു സംശയം. ഋഷഭോ? താൻ എന്താ പറഞ്ഞ? ഈ സ്ത്രീകളുടെ സ്പർശമേൽക്കാത്ത ഋഷഭേ. അത് ഋഷഭല്ല, പട്ടി ഋഷ്യശൃംഗൈ. ഇവിടെ തന്നോട് 1000 തവണ പറഞ്ഞു തന്നില്ലടോ തന്നോട്. അല്ല സാറേ, അപ്പൊ ഈ ഋഷഭം എന്ന് വെച്ചാൽ എന്താ? ഋഷഭം എന്ന് വെച്ചാൽ കാള തന്നെ തന്ത. അവന്റെ ഋഷഭം അവന്റെ. അല്ല, ഹലോ സാർ, സാർ, ഹലോ. തീർന്നു. എന്തു പറ്റി? ഋഷ്യശൃംഗൻ ഋഷഭമായതുകൊണ്ട് സാറിന് ചോദിച്ച കാശ് തരില്ലേ? എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാം. വീണ്ടും അതെ, ശരി ശരി വസുമതി. എന്താ ഭാമേ? വസുമതിയുടെ അവസ്ഥ ഇത്തിരി കഷ്ടത്തില രാഘവേട്ട. എന്തുപറ്റി വസുമതിക്ക്?
ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഇപ്പൊ ബെഡ് റെസ്റ്റില്ല. എപ്പം? നമ്മൾ അറിഞ്ഞില്ലല്ലോ. 1 മാസത്തോളായി. നമ്മളെ അറിയിക്കണ്ടെന്ന് വസുമതി തന്നെയാ അർജുനോട് പറഞ്ഞത്. അതെന്തിനാ ഭാമേ? ചിത്ര ജോലി കിട്ടി കാനഡയിലേക്ക് പോയില്ലേ. ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് ഉടനെയൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ആകെ ഒരു കൈസഹായത്തിന് വേണ്ടത് പ്രീതിയാ. അതങ്ങനെയല്ലേ വിടുന്നേ? പക്ഷേ വസുമതി ആ സഹായം വേണ്ടെന്ന് വെച്ചു. അത് നമ്മളോട് എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടല്ല, പിന്നെ നമ്മളെ കരുതി. അല്ല, എനിക്ക് മനസ്സിലായില്ല. പ്രീതി ഇവിടുന്ന് പോയാ പാർക്കുട്ടി ഒപ്പം പോകേണ്ടി വരില്ലേ രാഘവേട്ട? പാർക്കുട്ടി അർജുന്റെയും പ്രീതിയുടെയും മാത്രം മകളല്ലെന്ന് വസുമതിക്കറിയാം. പ്രീതി കോമയിലായിരുന്നപ്പോ സ്വന്തം അച്ഛനമ്മമാരെക്കാൾ കരുതലോടെയാ വിഷ്ണു ശാലിനിയും പാർക്കുട്ടിയെ നോക്കിയത്. വിഷ്ണുവിനെ ശാലിനിയും പാറിക്കുട്ടിയുമായി അത്ര എളുപ്പം അകറ്റാനാവില്ലെന്ന് ഇപ്പൊ വസുമതിക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷത്തെ കരുതി വസുമതി സ്ട്രോക്ക് ഉണ്ടായ വിവരം മറച്ചുവെക്കുകയായിരുന്നു. രാഘവേട്ടൻ എന്താ ആലോചിക്കുന്നേ? വിഷ്ണുവിന് ശാലിനിക്ക് മാത്രമല്ല ഭാമേ, നമുക്കും പാറക്കുട്ടി അത്ര എളുപ്പത്തിൽ പിരിയാൻ പറ്റുമോ? നമ്മളെപ്പോഴും നമ്മുടെ സങ്കടങ്ങളെയും വിഷമങ്ങളെയും കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളൂ. നാളെ വസുമതിയുടെ അവസ്ഥ എനിക്ക് വന്നാലോ? എന്താ ഭാമേ? ആർക്കും വരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. രാഘവേട്ടനോ എനിക്കോ ആർക്കും. അപ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദനയും ഏകാന്തതയൊക്കെ അറിയൂ.